ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തു നമ്മളോട് പറയുന്നത്, പിതാവ് എങ്ങനെയാണോ യേശുവിനെ സ്നേഹിക്കുന്നത് അതുപോലെയാണ് നമ്മളെയും യേശുക്രിസ്തു സ്നേഹിക്കുന്നത്, അല്ലെ? പിതാവിൻ്റെ സ്നേഹത്തിൽ വസിച്ചവനാണ് യേശുക്രിസ്തു. ഈ ലോകം തനിക്കെതിരായിട്ട് വന്നിട്ട് പോലും അതൊരു കാര്യമായിരുന്നില്ല യേശുക്രിസ്തുവിന്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ഉള്ളിലായിരുന്നു യേശുക്രിസ്തു വസിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഈ ലോകത്ത് മനുഷ്യരായിരുന്നപ്പോൾ, അല്ലെ? നമ്മൾക്കറിയാം, നമ്മൾ ഇവിടെ ലോകത്തിലായിരിക്കുമ്പോൾ ഒരുപാട് കാറ്റും കോളുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്കും അടിക്കും, അല്ലെ? നമ്മുടെ പടകിനെ പൊട്ടിച്ച് കളയാൻ വേണ്ടി, നശിപ്പിച്ച് കളയാൻ വേണ്ടി പല പ്രശ്നങ്ങളോട്ട് പിശാച് വരും. പക്ഷേ ദൈവം നമ്മളോട് പറയുന്നത് വെച്ചാൽ, അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നവരായിരിക്കും, അല്ലെ? അപ്പോൾ അവൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ ഓവർഫ്ലോ ചെയ്യും. അപ്പോൾ ഈ ലോകത്ത് നടക്കുന്ന ഒന്നിനും നമ്മളെ പിടിച്ചു കുലുക്കാൻ സാധിക്കത്തില്ല. അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹം കൊണ്ട് നമ്മൾക്ക് ഈ ലോകത്തെ സ്നേഹിക്കാൻ സാധിക്കും, അല്ലെ? ദൈവത്തിന്റെ സ്നേഹം കൊണ്ട്, ദൈവത്തിന്റെ കണ്ണുവഴി നമുക്ക് ഈ ലോകത്തെ കാണാൻ സാധിക്കും. ദൈവത്തിന്റെ ഹൃദയം കൊണ്ട്, അല്ലെ, മറ്റുള്ളവരെ നമുക്ക് കാണാൻ സാധിക്കും. അതാ പറഞ്ഞിരിക്കുന്നത്. ഈ ലോകത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ലോകത്തെ സ്നേഹിക്കരുതെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ലോകത്തെ സ്നേഹിക്കുക എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോകത്തിലെ ആൾക്കാരുടെ ആത്മാവിനെ, അല്ലെ, സോളിനെ സ്നേഹിക്കുന്നവരായിരിക്കണം നമ്മൾ അവരുടെ ആത്മാവിനെ സ്നേഹിക്കുന്നില്ല എങ്കിൽ, അല്ലെ, എന്ത് പറ്റും? അവരെ ആത്മാവിന് നമ്മളൊരു വിലയും കൊടുക്കത്തില്ല. ഓരോ വ്യക്തികളുടെ ആത്മാവിന് വേണ്ടിയാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. ക്രിസ്ത്യൻസിന് വേണ്ടിയല്ല യേശുക്രിസ്തു വന്നത്, ലോകത്തിനു വേണ്ടിയാണ് യേശുക്രിസ്തു വന്നത്, അല്ലെ? പിതാവ് ലോകത്തെയാണ് സ്നേഹിച്ചത്. അപ്പോൾ താൻ സ്നേഹിക്കുന്നത് കൊണ്ടാണ് പിതാവ് തന്റെ പുത്രനെ കൊടുത്തത്, ലോകത്തിന് വേണ്ടി കൊടുത്തത്, അല്ലെ? ക്രിസ്ത്യൻസിന് വേണ്ടിയല്ല കൊടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മളും ലോകത്തെ സ്നേഹിക്കണം, യേശുവിന്റെ കണ്ണുവഴി, അല്ലെ? നമ്മൾ ലോകത്തെ കാണണം യേശുവിന്റെ കണ്ണുവഴി. ഈ ലോകത്തെ സ്നേഹിക്കണം യേശു സ്നേഹിക്കുന്നത് പോലെ. അതിന് നമ്മൾ അവന്റെ സ്നേഹത്തിൽ അബൈഡ് ചെയ്യുന്ന വ്യക്തികൾ ആയിരിക്കണം. അപ്പൊ അതാണ് എനിക്കിന്ന് പറയാനുള്ളൂ. മുമ്പോട്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം സംസാരിക്കാം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നത്, കർത്താവ് അങ്ങയുടെ സ്നേഹത്തിനാണ് നന്ദി പറയുന്നു. ഓ ലോർഡ് ജീസസ് മാസ്റ്റർ, അങ്ങനെ പോലെ ഒരാളില്ല കർത്താവേ. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഞങ്ങൾ തേടിയെത്തിയത്, ഞങ്ങൾ പാപികളായിരുന്നപ്പോൾ, ഞങ്ങൾ ഒന്നിനും കൊള്ളാത്തവരായിരുന്നപ്പോൾ, ഞങ്ങൾ പാപത്തിൽ മരിച്ചവരായിരുന്നപ്പോൾ, കർത്താവ് നിങ്ങൾക്ക് ആരാലും സ്നേഹിക്കപ്പെടാൻ യാതൊരു വിധത്തിലുള്ള മേന്മയോ നന്മയോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത്, ഒരു വേർത്ത് ഒന്നും ഇല്ലായിരുന്ന സമയത്ത്, കർത്താവ് ലോർഡ് ഫാദർ ഗോഡ് ഞങ്ങളെ തേടിയെത്തി, ഞങ്ങളെ സ്നേഹിച്ചു, ഞങ്ങളെ മാറോട് ചേർത്തു. കർത്താവ് ഞങ്ങളെ അങ്ങയുടേതാക്കി മാറ്റിയതായിട്ട് നന്ദി പറയുന്നു. കർത്താവ് ഇന്ന് അങ്ങയുടെ ആ കൃത്യം, ആ മനസ്സ് ഞങ്ങളുടെ ഉള്ളിലും ഫോം ചെയ്യട്ടെ കർത്താവെ. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മാസ്റ്റർ ഗോഡ്. പിതാവേ, ഹോളി സ്പിരിറ്റ് ഗോഡ് ഞങ്ങളോട് സംസാരിക്കണമേ. പിതാവേ, അങ്ങേക്കായിട്ടും അങ്ങയുടെ മകനായിട്ടും ഹോളി സ്പിരിറ്റ് ഗോഡിനായിട്ട് നന്ദി പറയുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡ് ഞങ്ങളോട് സംസാരിക്കണം. ഞങ്ങളുടെ ഹൃദയത്തെ പ്രിപ്പയർ ചെയ്യണം. യേശുവിന്റെ നാമത്തിൽ ആമേൻ. നമുക്കിന്ന് ജോണിലേക്ക് പോകാം. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 15-ാമത്തെ ചാപ്റ്ററിന്റെ 9 തൊട്ട് 12 വരെയുള്ള വാക്കുകൾ നമുക്കൊന്ന് വായിക്കാം. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാന്റെ 15-ന്റെ 9 തൊട്ട് 12 വരെ. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എന്റെ സ്നേഹത്തിൽ വസിപ്പിൻ. യേശുക്രിസ്തുവിന്റെ വാക്കുകളാണ്. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, അല്ലെ? അപ്പോ അവിടെ ഒരു തിരിച്ചു തീരുമാനമില്ല. പിതാവ് എങ്ങനെയാണോ തന്നെ സ്നേഹിക്കുക അതാണ് മോഡല്. യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം പിതാവ് എന്ത് ചെയ്യുന്നു അതാണ് ചെയ്യുന്നത്. പിതാവ് എന്ത് ചെയ്യുന്നു അത് ചെയ്യുന്നതിന് വേണ്ടിയാണ് ലോകത്തിലേക്ക് വന്നത്. പിതാവ് എന്ത് കൽപ്പിക്കുന്നു അത് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് ലോകത്തിലേക്ക് വന്നത്. പിതാവ് എങ്ങനെയാണോ സ്നേഹിക്കുന്നത് തന്റെ പുത്രനെ കലർപ്പില്ലാതെ സ്നേഹിക്കുന്നു, അതുപോലെ തന്നെ കലർപ്പില്ലാതെ നമ്മളെയും സ്നേഹിക്കുന്നു. ഇനി നമ്മളോട് യേശുക്രിസ്തു പറയുക, എന്റെ സ്നേഹത്തിൽ നിങ്ങൾ വസിപ്പിൻ, അല്ലെ? ഇനി താഴേക്ക് വരുന്ന വാക്കുകൾ നമുക്ക് കാണുമ്പോൾ എന്തിനാണ് അങ്ങനെ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നുള്ളത്. ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ചു അവന്റെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. എൻ്റെ സന്തോഷം നിങ്ങൾ ഇരിപ്പാന്, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നാവുന്നു എൻ്റെ കൽപ്പന. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ പിതാവിന്റെ കൽപ്പനകളെ ഞാൻ മാനിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് അത് അതുപോലെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് പിതാവിന്റെ സ്നേഹത്തിൽ ഞാൻ വസിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ
സ്നേഹത്തിൽ വസിക്കുന്നതിന് വേണ്ടി എൻ്റെ കൽപ്പനകളെ നിങ്ങൾ ചെയ്യണം അല്ലെ. അപ്പോൾ എൻ്റെ കൽപ്പനകൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ആ മുന്തിരിവള്ളിയുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ബ്രാഞ്ചുകളായിരിക്കും. ഒരുപാട് ഫലങ്ങൾ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ എന്നിൽ ഉള്ളവരായിരിക്കും, എൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ വസിക്കുന്നവരെ ആയിരിക്കും അല്ലെ. അപ്പോൾ 11ാമത്തെ വാക്ക് പറയും, എൻ്റെ സന്തോഷം നിങ്ങൾ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നു. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കുന്നതിന് വേണ്ടിയും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുന്നതിനും വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. യേശുവിനെ പറ്റി ഒരു നിമിഷം നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഈ ലോകത്തിലേക്ക് യേശു ക്രിസ്തു വന്ന് തനിക്കുള്ളതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് വന്നിരിക്കുന്നു. സകല ഗ്ലോറി. ഇപ്പൊ 17ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ യേശു ക്രിസ്തു അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. എനിക്കുണ്ടായിരുന്ന ഗ്ലോറി അല്ലെ, അതെനിക്ക് തിരിച്ചു തരണമെന്ന് പിതാവിനോട് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ താഴ്ത്തിക്കൊണ്ട് വന്നിരിക്കുകയാണ്. പിതാവിന്റെ എന്താ പറയാ സ്നേഹത്തിന് പാത്രമാകുന്നതിന് വേണ്ടി തന്നെ താഴ്ത്തിക്കൊണ്ട് അനുസരണയുള്ള മകനായിട്ട് ക്രോസ് ഓഫ് കാൽവറിയിൽ പോയി നമ്മൾക്ക് വേണ്ടി സകല പാപവും ഏറ്റെടുത്തുകൊണ്ട് അല്ലെ തന്റെ പിതാവിനുള്ള സ്നേഹം എക്സ്പ്രസ് ചെയ്തിരിക്കുകയോ ചെയ്യുന്നു. തന്റെ പിതാവിന്റെ സ്നേഹത്തെ തന്നെ നിർത്തിയിരിക്കുകയോ ചെയ്തിരിക്കുന്നു. അപ്പൊ ഒന്ന് വിചാരിച്ചു നോക്ക്, യേശുക്രിസ്തു തന്നെ പിതാവിന്റെ സ്നേഹത്തിൽ നിലനിർത്തുമ്പോൾ അവര് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അല്ലെ അവര് ഒരു കൂട്ടായ്മയാണ്, ഒരു യൂണിറ്റിയാണ് അല്ലെ. അവര് ഒന്നാണ്. അവിടെ ഒരു യൂണിറ്റി ഉണ്ട്, ഒരു ബന്ധമുണ്ട്. അവിടെ ഒരു എന്താ പറയാ അവരെ പിരിക്കാൻ സാധിക്കത്തില്ല. അവരാകുന്ന അവരുടേതായിട്ടുള്ള ഒരു ലോകമുണ്ട് അല്ലെ. അവിടെ യേശു പരിപൂർണമായിട്ട് സന്തോഷവാനാണ് അല്ലെ. പിതാവിന്റെ സ്നേഹത്തില് ആ സ്നേഹം നുകരുമ്പോൾ യേശുക്രിസ്തു വളരെ സന്തോഷവാനാണ് അല്ലെ. നമുക്കറിയാം ഗാർഡൻ ഓഫ് ഗെത്സമനയിൽ വെച്ചിട്ട് യേശുവിന്റെ ശരീരത്തിൽ നിന്ന് രക്തം പോലെയാണ് എന്താ പറയുക സ്വെറ്റ് അല്ലെ, വേർപ്പ് വന്നു എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാപം വന്നിട്ട് പിതാവിനെയും മകനെയും തമ്മിൽ വേർതിരിക്കാൻ പോകുന്നു. അപ്പൊ ആ കുറച്ച് സമയത്തേക്ക് ഉള്ളെങ്കിൽ പോലും അല്ലെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അല്ലെ അത്രയും പിതാവ് കൽപ്പിച്ചിരിക്കുന്ന സമയത്തേക്ക് ഉള്ളെങ്കിൽ പോലും, പക്ഷെ അതുപോലും സഹിക്കാൻ പറ്റത്തില്ല. അത്രയധികം സ്നേഹത്തിലാണ്, അത്രയധികം മാനസികമായിട്ടുള്ള ബന്ധത്തിലാണ് അവർ അല്ലെ. അവരുടേതായിട്ടുള്ള ലോകം എന്താ പറഞ്ഞ ഒരു പടുത്തിരിക്കുകയാണ്. അതില് എന്താ പറഞ്ഞ അത് അവർക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അവിടെ ഒരു യൂണിറ്റി ഉണ്ട് അല്ലെ, അവിടെ സ്നേഹമുണ്ട്, ഒരു ബന്ധമുണ്ട്, എല്ലാം ഉണ്ട് അല്ലെ. അവിടെ ഒരു പെർഫെക്ഷൻ ഉണ്ട്, അവിടെ ഒരു ബ്യൂട്ടി ഉണ്ട്. അപ്പൊ അത് വിട്ടുപോകാൻ യേശുക്രിസ്തു താല്പര്യമില്ല അല്ലെ. അപ്പൊ ആ ഒരു പിതാവിന്റെ സ്നേഹത്തില് കംപ്ലീറ്റ് ആയിട്ട് താൻ സോഫ്റ്റ് ആയിരുന്നു കൊണ്ട് അല്ലെ, അത് കംപ്ലീറ്റ് ആയിട്ട് ഇമ്മേഴ്സ്ഡ് ആയിരുന്നത് കൊണ്ട് ആണ് യേശുവിന് ഈ ലോകത്തിലേക്ക് വരാനും മനുഷ്യരുടെ കൈകൊണ്ട് അടി വാങ്ങിച്ചിട്ട് പോലും ഒരു പ്രശ്നമില്ല എന്നുള്ളത് ആയിരിക്കാനും സാധിച്ചത്. തന്റെ ക്രിയേഷൻ അല്ലെ, താൻ തന്നെ ക്രിയേറ്റ് ചെയ്ത വ്യക്തികൾ, തന്റെ രക്തത്തിൽ നിന്ന് എന്താ പറയുക ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തി. കൊളോഷ്യർ ലേഖനത്തിൽ 1ാമത്തെ ചാപ്റ്റർ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന അവനിൽ വഴിയാണ്. യേശുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് റെവലേഷൻസിനകത്ത് പറഞ്ഞിരിക്കുന്നത് അവൻ ലോകാരംഭത്തിന് മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെല്ലാം സൃഷ്ടിച്ചിരിക്കുന്ന യേശുവിൽ നിന്നാണ് അല്ലെ. അവൻ അറുക്കപ്പെടണമായിരുന്നു നമ്മൾക്ക് ജീവൻ തരുന്നതിന് വേണ്ടി അല്ലെ. അപ്പൊ അങ്ങനെ അവനിൽ നിന്നാണ് നമ്മളെ ഉത്ഭവിച്ചിരിക്കുന്നത്. അവൻ തരുന്നത് കൊണ്ട് ഇപ്പൊ ഓക്സിജൻ വരെ അവനാണ് തരുന്നത് അല്ലെ. നമ്മൾക്കുള്ള ഫുഡ് തരുന്ന അവനാണ്. എല്ലാം വരുന്ന എല്ലാ നല്ല കാര്യങ്ങളും വരുന്നത് ദൈവത്തിൽ നിന്നാണെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, ജെയിംസിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെ, യാക്കോബിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ സകലതും കിട്ടുന്ന ദൈവത്തിൽ നിന്നാണ്. അങ്ങനെയുള്ള ദൈവത്തെ പോലും മുഖത്തടിക്കുന്നതിനും തുപ്പുന്നതിനും വേണ്ടി അല്ലെ, സ്കിന്ന് വലിച്ചു പൊളിക്കുന്നതിനും വേണ്ടിയും ഒക്കെ മനുഷ്യർ അതെല്ലാം മനുഷ്യർ ചെയ്തപ്പോൾ അല്ലെ, അതൊന്നും ഒരു കാര്യമല്ലാതെ അല്ലെ, 33 വർഷം ഇവിടെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും അല്ലെ, അതൊന്നും ഒരു കാര്യമല്ല എന്നുള്ളത് രീതിയിൽ യേശുക്രിസ്തു ജീവിച്ചതും ഈ ആ ഒരു കാര്യം തന്നെ സൃഷ്ടി തന്നെ എന്താ പറയുക മോശപ്പെട്ട രീതിയിൽ ബിഹേവ് ചെയ്യുന്നുള്ളതൊന്നും ഒരു ഫാരിസയൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത്. അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല യേശുക്രിസ്തുവിന്. അതൊന്നും യേശുക്രിസ്തുവിന് ഒരു വിധത്തിലും അലട്ടിയില്ല, അഫക്റ്റ് ചെയ്തില്ല അല്ലെ, സ്വാധീനിച്ചില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവിന്റെ സ്നേഹത്തിന്റെ ആ കൊക്കൂണിന്റെ അകത്തായിരുന്നു യേശുക്രിസ്തു അല്ലെ. അവർക്ക് അവരുടെ സ്നേഹത്തിൽ അല്ലെ, പരസ്പരമുള്ള സ്നേഹത്തില്, ഹോളി സ്പിരിറ്റ് ഗോഡും പിതാവും പുത്രനും തമ്മിലുള്ള സ്നേഹത്തിൽ ഒരിക്കൽ പോലും പിരിയാൻ വയ്യാത്ത സ്നേഹത്തിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവര് ചുറ്റും നടക്കുന്ന ഒന്നും തന്നെ യേശുവിനെ ഒട്ടും തന്നെ ബാധിക്കത്തില്ലായിരുന്നു അല്ലെ. അതുപോലെയാണ് നമ്മളോടും യേശു പറഞ്ഞിരിക്കുന്നത്. അതേ മോഡൽ തന്നെ ഫോളോ ചെയ്യാൻ യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞിരിക്കുന്നത്.
എങ്ങനെയാണോ പിതാവും പുത്രനും തമ്മിൽ ആ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെയാണ് പുത്രൻ ആ പിതാവിന്റെ സ്നേഹത്തിൽ ഇങ്ങനെ എന്താ പറയാ മതിമറന്ന ഒരു ജീവിതം അല്ലെ, മതിമറന്നിരിക്കുന്നത് പിതാവിന്റെ സ്നേഹത്തിന്റെ വലയത്തിൽ എങ്ങനെയായിരിക്കുന്നു അതുപോലെ നമ്മളും ആയിത്തീരണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പുത്രൻ ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പന പ്രമാണിച്ചുകൊണ്ട് അവന്റെ സ്നേഹത്തിൽ വസിക്കുക എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. താമസിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അത് താമസ സ്ഥലമാണ്, വീടാണത് അല്ലെ. അവിടെയാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലം. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ എങ്ങനെ ആയിരിക്കുന്നു അല്ലെ, പിതാവിന്റെ സ്നേഹത്തെ ഞാൻ എങ്ങനെ വസിക്കുന്നു അല്ലെ, അതുപോലെ നിങ്ങൾ എന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് നിങ്ങൾ എന്റെ സ്നേഹത്തിൽ വസിക്കുക അല്ലെ. അപ്പൊ ഞാന് എന്റെ പിതാവുമായിട്ട് എങ്ങനെ ഒട്ടിൽ നിൽക്കുന്നു, ഞാൻ എന്റെ പിതാവുമായിട്ട് എങ്ങനെ ഒന്നായിരിക്കുന്നു, അതുപോലെ ആയിരിക്കും നിങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധം അല്ലെ. അങ്ങനെ ഞാനും നിങ്ങളും തമ്മില് വളരെയധികം ഒരു ആത്മബന്ധമായിരിക്കുമ്പോ, ഞാനും നിങ്ങളും തമ്മില് എന്താ പറയാ ഒരു എന്താ പറയണേ, ഒരു ബന്ധം ഭയങ്കരധികം ദൃഢമാകുമ്പോ അല്ലെ, നമ്മള് എന്താ പറയാ രണ്ടുപേരും ഒരുമിച്ച് അല്ലെ, ഒരു കൊക്കൂൺ പോലെ, കൊക്കൂൺ എന്ന് നമുക്കറിയാലോ, ഇങ്ങനെ ചിത്രശലഭങ്ങളൊക്കെ എന്താ ഫോം ചെയ്യുന്ന സമയത്ത് ഉള്ള അതല്ലേ ആ ലാർവ എന്തെങ്ങനെ പറഞ്ഞ ആ സാധനം, ലാർവയല്ല അത് കൊക്കൂൺ അല്ലെ. അത് അപ്പൊ അതിന്റെ അകത്ത് അതിന്റെ ട്രാൻസ്ഫോർമേഷൻ വന്നുകൊണ്ടിരിക്കുക ചെയ്യും. എന്ന് പറഞ്ഞ പോലെ നമ്മളും യേശുവുമായി തന്നെയായിട്ട് ഇങ്ങനെ ആ ഒരു ഒരു യൂണിറ്റിലേക്ക് വരുമ്പോ നമ്മൾ അവനെപ്പോലെ സ്ലോലി ആക്കപ്പെടുകയും അവന്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യും. അപ്പൊ അതിങ്ങനെ ഇവിടെ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്റെ സന്തോഷം നിങ്ങൾ ഇരിപ്പാനും അല്ലെ, യേശുവിന്റെ സന്തോഷം നമ്മൾ ഇരിപ്പാനും നമ്മളുടെ സന്തോഷം പൂർണ്ണമാകാനും അത് നിങ്ങളോട് പൂർണ്ണമാക്കുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിക്കുന്നു അല്ലെ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് യേശു അങ്ങനെയായിരിക്കുന്നു. ആ രീതിയിലേക്ക് നമ്മൾ മാറുമ്പോ, അവന്റെ ആ സ്നേഹത്തെ നമ്മൾ അങ്ങ് ലയിച്ച് ചേരുമ്പോ, ബാക്കി നമ്മളുടെ പുറത്ത് എന്താ പറയാ ഈ ലോകത്ത് എന്ത് നടക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നു, നമ്മുടെ കുടുംബജീവിതത്തിൽ നടക്കുന്നു, അതിനൊന്നും ഒരു എന്താ പറയാ ഒന്നും തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നമ്മളെ സാധിക്കാത്ത ഒരു ഒരു തലത്തിലേക്ക്, നമ്മൾ റിലംസിലേക്ക് നമ്മൾ മാറുക തന്നെ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്നേഹം അല്ലെ, അത് ദൈവത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്നതായിരിക്കും. ഈ ലോകത്തിൽ ഒരു കാര്യത്തെ, നമ്മുടെ പദവിയെയോ, നമ്മുടെ സർക്കംസ്റ്റൻസ്, നമ്മുടെ ചുറ്റുപാടിനെയോ, നമ്മുടെ കുടുംബ ബന്ധങ്ങളെയോ, നമ്മുടെ കുഞ്ഞുങ്ങളെ, ഹസ്ബൻഡിനെയോ വൈഫിനെയോ, നമുക്ക് കിട്ടുന്ന സാലറിനെയോ, നമ്മുടെ ആരോഗ്യത്തെയോ ഒന്നും തന്നെ ഒന്നിനെയും ബേസ്ഡ് ആയിട്ടുള്ള സന്തോഷം ആയിരിക്കത്തില്ല നമുക്കൊന്ന് ചുരുക്കം. നമ്മൾക്ക് സന്തോഷം നമ്മുടെ ദൈവത്തിലായിരിക്കും, ദൈവത്തിന്റെ വർക്ക് ചെയ്യുന്നതിലായിരിക്കും, നമ്മൾ ദൈവത്തിന്റെ ഒപ്പം ആയിരിക്കുന്നതിലായിരിക്കും സന്തോഷം. അതൊരു കവചം പോലെയാണ് എന്നാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അതൊരു കവചം പോലെയാണ് അല്ലെ. ആ കവചം മുറിച്ച് അകത്ത് വരെ പിശാചിന്റെ അമ്പുകൾക്കൊന്നും സാധിക്കത്തില്ല. അപ്പൊ അവിടെയാകുമ്പോ, അങ്ങനെയാകുമ്പോൾ നമുക്ക് അവൻ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതുപോലെ സ്നേഹിക്കാൻ സാധിക്കും. അവൻ എങ്ങനെയായിരിക്കുന്നു, യേശുക്രിസ്തു എങ്ങനെയായിരിക്കുന്നു, അതുപോലെ നമുക്ക് ആകാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ഒരു ജീവിതം ഒരു വേറെ തലത്തിലായിരിക്കും അല്ലെ. ദൈവവുമായിട്ട്, യേശുക്രിസ്തുവായിട്ടുള്ള ഗാഢമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുമ്പോ ഒന്നിനും തന്നെ ഈ ലോകത്തിലെ ഒന്നിനും തന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല, ഒന്നും തന്നെ നമ്മളെ ബാധിക്കാനും പോകുന്നില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് ദൈവം ഇവിടെ 12ാമത്തെ വാക്ക് പറഞ്ഞിരിക്കുക, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നാണ് എന്റെ കൽപ്പന. അപ്പൊ ഇവിടെ യേശു പറഞ്ഞിരിക്കുക, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ. യേശുവിന്റെ സ്നേഹം, മനുഷ്യരുള്ള സ്നേഹം എന്ന് പറഞ്ഞാല് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമാ അല്ലെ. അത് സ്വാർത്ഥതയില്ലാത്ത സ്നേഹമാ, എന്തെങ്കിലും തിരിച്ചു കിട്ടുമെന്ന് ഓർത്തിട്ടുള്ള സ്നേഹമൊന്നുമല്ല. സ്നേഹിക്കുകയാണ് അവൻ. കാരണം എന്ന് വെച്ചാല് യേശു സ്നേഹിക്കുന്നത് പിതാവും താനും തമ്മിലുള്ള ആ ബന്ധത്തിൽ നിന്നുള്ള ആ സ്നേഹം അല്ലെ, ആ സ്നേഹം തന്റെ ഉള്ളിൽ ഇങ്ങനെ കവിഞ്ഞൊഴുകുവാണ്, ഓവർഫ്ലോ ചെയ്യുവാണ്. ആ സ്നേഹത്തിന് നമ്മൾ സ്നേഹിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മള് തിരിച്ച് സ്നേഹിച്ചാലോ സ്നേഹിച്ചില്ലെങ്കിലോ യേശുവിനെ അത് മുറിപ്പെടുത്തുന്നില്ല അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാല്, മുറിപ്പെടുത്തുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് ഓഫ് കോഴ്സ് നമ്മള് കൂടെ ഉണ്ടായിരിക്കണം എന്ന് വളരെയധികം സ്നേഹിക്കുന്നു അല്ലെ, വളരെയധികം ആഗ്രഹിക്കുന്നു യേശുക്രിസ്തു. അത് വാസ്തവം. നമ്മൾ നശിച്ചു പോകുമ്പോൾ അതിൻ്റെതായിട്ട് സങ്കടമുണ്ട്. പക്ഷേ എന്താ പറയാ, പിതാവും മകനും തമ്മിൽ ആ ഓവർഫ്ലോ എന്നുള്ള ഒരു ബന്ധമുണ്ടല്ലോ, അത് ബന്ധത്തിൽ നിന്നുള്ള സ്നേഹം, അത് കാരണം എന്താ പറയുന്നത്, ആ അത്രയധികമുള്ള ആ ഒരു ബന്ധം കാണാൻ, ആ ബന്ധത്തിൽ നിന്നുള്ള സ്നേഹം കാരണം പിതാവിനോട് എന്തും ചെയ്യാൻ അല്ലെ, എന്തും ചെയ്യാനുള്ള ഒരു മനസ്സുമായിട്ട്, ഒന്നിനും തന്നെ ഇളക്കാനോ, തന്നെ മുഷിപ്പിക്കാനോ, തന്നെ എന്താ പറയാ അഫക്ട് ചെയ്യാനോ ഒരു ഇടയില്ലാത്ത രീതിയിലേക്ക് അവര് ബന്ധം വളരെയധികം അങ്ങോട്ട് ഉറച്ചതായിരുന്നു
അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ ലോകത്തിലെ മനുഷ്യർ എന്തൊക്കെ ചെയ്തിട്ട് പറഞ്ഞാലും അതൊന്നും ഒരു കുലുക്കം യേശുക്രിസ്തുവിനുണ്ടായിരുന്നില്ല അല്ലെ. ഞാനിവിടെ വന്ന് എന്റെ കാര്യത്തിലാന്നുള്ള കാര്യം അറിയാം. എന്റെ പിതാവ് എന്നോട് പറഞ്ഞു കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ആ ഒരു കാര്യത്തിനോട് ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. ഞാൻ എന്റെ കാര്യം തീർന്ന് കഴിയുമ്പോൾ എന്റെ ദൈവത്തെ ഞാൻ പ്രീതിപ്പെടുത്തി കഴിയുമ്പോൾ ഞാൻ എന്റെ ദൈവത്തിന്റെ ഒപ്പമാണ്. നിങ്ങൾ ഇവിടെ എനിക്കെതിരായിട്ട് എന്ത് പറഞ്ഞാലും അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ലെന്ന് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അല്ലെ. അവര് തമ്മിലുള്ള പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം മുറിയുന്നില്ല അല്ലെ. അവിടെയാണ് ആനന്ദം അല്ലെ. ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോഴാണ് ആനന്ദം. അതിനെപ്പറ്റിയാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാകുമ്പം 12ാമത്തെ വാക്ക് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്കും തമ്മിൽ സ്നേഹിക്കണം, നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നാണ് എന്റെ കൽപ്പന. അപ്പൊ ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ അൺകണ്ടീഷണൽ ആയിട്ട് നിങ്ങളിൽ നിന്ന് സ്നേഹം കിട്ടുമോ കിട്ടൂല്ല എന്നൊന്നും നോക്കാതെ ഞാൻ എന്റെ പിതാവ് എന്നോട് കൽപ്പിച്ചിരിക്കുന്ന പോലെ തന്നെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുകയാണ് അല്ലെ. ഞാൻ എന്റെ പിതാവിന്റെ സ്നേഹത്തിൽ വളരെയധികം എന്താ പറയാ ഇമ്മേഴ്സ്ഡ് ആയിട്ട് ഇരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുപോലെ ഒരു സ്നേഹം, അതുപോലെ എന്താ പറയാ നിങ്ങളുടെ ദൈവവുമായിട്ട് നിങ്ങൾ ഉണ്ടാകണം. എന്താ പറഞ്ഞിരിക്കുന്നത്, എന്നോട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഒന്നിനും തന്നെ ചലഞ്ച് ചെയ്യപ്പെടാൻ വയ്യാത്ത പോലത്തെ അല്ലെ, ഒന്നിനും തന്നെ ഇളക്കാൻ വയ്യാത്ത പോലത്തെ ഒരു സ്നേഹം, ഒരു സ്നേഹ ബന്ധം അല്ലെ നിങ്ങൾക്ക് എന്നോട് ഉണ്ടായിരിക്കണം. അപ്പൊ ഈ ലോകത്ത് നടക്കുന്ന ഒന്നും കണ്ടുകൊണ്ടായിരിക്കത്തില്ല, ഒന്നിനും തന്നെ എന്താ നിങ്ങളെ ഇളക്കാൻ സാധിക്കത്തില്ല. നിങ്ങളുടെ കുടുംബാംഗങ്ങൾ നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയാലോ അല്ലെ, നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ സ്നേഹിച്ചില്ല എങ്കിലോ, നിങ്ങളുടെ വൈഫ് നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞെന്ന് പറഞ്ഞാലോ, പിള്ളേർ നിങ്ങൾക്ക് ചെലവരും തരുന്നില്ല എന്ന് പറഞ്ഞാലോ, അതൊന്നും നിങ്ങളെ ബാധിക്കത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളായിരിക്കുന്ന അവന്റെ പെർഫെക്റ്റ് പ്രസൻസിലാണ്. അവന്റെ സ്നേഹം മതി അല്ലെ, അവന്റെ സ്നേഹം മതി എന്നുള്ളൊരു ഒരു തീരുമാനം നമ്മുടെ ഉള്ളിൽ നിന്ന് വരും. അത് മതി നമുക്ക്, വേറൊന്നും നമ്മൾ സ്വീകരിക്കാനൊട്ട് തയ്യാറാകത്തുമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ബന്ധത്തിലേക്ക് വരണം എന്നാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയുക, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം അല്ലെ. അപ്പൊ എന്താ പറയാ, മനസ്സറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ, മനസ്സറിഞ്ഞുകൊണ്ട് സ്നേഹിക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ, മനസ്സറിഞ്ഞുകൊണ്ട് നന്മ മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അവന്റെ ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ എന്താ പറയാ കവിഞ്ഞൊഴുകിയെങ്കിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ സ്നേഹമാണ് ഉള്ളതെങ്കിൽ നമുക്ക് ആ ഒരു എന്താ പെർഫെക്ഷനിലേക്ക് വരാൻ സാധിക്കട്ടെ. നമുക്ക് ആരെയും സ്നേഹിക്കാൻ സാധിക്കത്തില്ല. നമ്മൾ അവന്റെ ഒപ്പമായിരിക്കുമ്പോൾ ആ ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടേയിരിക്കും അല്ലെ. നമ്മൾ അവനെ പോലെ ഡേ ബൈ ഡേ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതാ പറയുന്നത്, യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, പിതാവ് എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാൻ നിങ്ങളെയും സ്നേഹിക്കുന്നു അല്ലെ. പിതാവാണ് എന്റെ മോഡല്. പിതാവ് എന്ത് ചെയ്യുന്നു അതനുസരിച്ച് ഞാൻ നിങ്ങളോടും പെരുമാറുന്നു അല്ലെ. പിതാവിന്റെ സ്നേഹം പോലെ ഞാൻ നിങ്ങളെയും സ്നേഹിക്കുന്നു. പിതാവിന്റെ കൽപ്പനകൾ ഞാൻ പാലിക്കുന്ന നിങ്ങൾ എന്റെ കൽപ്പനയും പാലിക്കുക. ഞാൻ പിതാവിൽ എങ്ങനെയായിരിക്കുന്നു അതുപോലെ നിങ്ങളും എന്നിലായിരിക്കും. അപ്പോൾ ഈ പിതാവിന്റെ സ്നേഹം എന്നിൽ പരിപൂർണമായതുപോലെ എന്റെ സ്നേഹം നിങ്ങളുടെ ഉള്ളിലും പരിപൂർണമാവും. അങ്ങനെയാകുമ്പോ ഈ ലോകത്തിന് നിങ്ങളെ ലോകത്തിൽ നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല, ലോകം നിങ്ങളെ ബാധിക്കത്തുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ സമാധാനം അല്ലെ എന്നൊക്കെ ഉള്ളതൊന്നും ഈ ലോകത്തെ സംബന്ധിക്കുന്നതല്ല. അതിൽ ബേസ് ആയിട്ടുള്ളതല്ല, നിങ്ങളുടെ കുടുംബത്തിൽ ബേസ് ആയിട്ടുള്ള, നിങ്ങളുടെ ജോലിയിൽ ബേസ് ആയിട്ടുള്ളതല്ല, നിങ്ങളുടെ ആരോഗ്യത്തിൽ ബേസ് ആയിട്ടുള്ള ഒന്നിലും ബേസ് ആയിട്ടുള്ള അല്ല. നിങ്ങളുടെ എന്താ പറയുക സമാധാനം, സന്തോഷവും പ്രോസ്പെരിറ്റിയും എല്ലാം എന്നെ മാത്രം ബേസ് ചെയ്തായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അവന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയുന്നതിനും അത് പരിപൂർണമാകുന്നതിനും വേണ്ടി നമുക്ക് അവനിലായിരിക്കാം. അവൻ പറയുന്നത് നമുക്ക് ചെയ്യും, അതനുസരിച്ചുള്ള ഒരു ജീവിതം നമുക്ക് ജീവിക്കാം. അവന്റെ സ്നേഹം, അവന്റെ സന്തോഷം അല്ലെ, അവന്റെ സമാധാനം കൊണ്ട് നമ്മൾ നിറയട്ടെ അല്ലെ. അതാണ് യേശു നമ്മളോട് പറഞ്ഞത്. അത് തന്നെയായിരിക്കട്ടെ നമ്മുടെ ജീവിതം. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചു നിർത്താം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. കർത്താവ്, താങ്ക് യു ജീസസ് മച്ച്. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മൈറ്റി ഫാദർ ഗോഡ്. ലോർഡ് ഗോഡ് ഓൾമൈറ്റി മച്ച്. ഞങ്ങളുടെ കണ്ണുകൾ തുറക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കുന്നതായിട്ട് നന്ദി പറയുന്നു കർത്താവേ. അങ്ങ് ആരാധനാവുന്നു കർത്താവ്. ലോർഡ് സകല മഹിമയും അങ്ങയുടെ നാമത്തിൽ എന്ന് വരട്ടെ കർത്താവ്. ലോർഡ് താങ്ക് യു, പ്രൈസ് യു കർത്താവേ. അങ്ങയുടെ സ്നേഹം ഞങ്ങളുടെ ഉള്ളിൽ പെർഫെക്റ്റഡ് ആയിരിക്കട്ടെ. ഓ കർത്താവേ, അങ്ങ് ഞങ്ങളെ എങ്ങനെയാണ് കാണുന്നത് കർത്താവേ, അങ്ങയുടെ കണ്ണുകൾ കൊണ്ട് മറ്റുള്ളവരെ കാണാനുള്ളതും അങ്ങയുടെ ഹൃദയം കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ആയിട്ടുള്ള ഒരു ഹൃദയം, ഒരു കണ്ണുമൊക്കെ ഞങ്ങൾക്ക് തകർന്ന് അപേക്ഷിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഇന്ന് കേട്ടാൽ നിന്ന് ദൈവത്തിനകത്ത് മഹത്വം ഉണ്ടാകട്ടെ.